ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച ഒരു മഹാനാണ് അദ്ദേഹം. കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വികസനത്തിന് മുഖ്യമായിട്ടും സാക്ഷ്യം വഹിച്ച പുള്ളിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് വരണമല്ലേ, പണ്ടുള്ള വരുന്നവരല്ല. ഇദ്ദേഹം പുതുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് പഴയ ആൾക്കാരെ കൊണ്ടുവന്ന് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നേ ഉള്ളൂ. അതിൽ കുറച്ച് പുരോഗതി കാണുമായിരിക്കും. മൊത്തത്തിൽ മാറ്റമാണല്ലോ. മൊത്തത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എന്നെന്നും അത് പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണത്തലവനായി തുടരാൻ തുടങ്ങിയിട്ട് 25 വർഷം തികയുകയാണ്. 25 വർഷങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. കൂടാതെ 10 വർഷത്തിലധികമായി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായും അദ്ദേഹം തന്നെ തുടരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തെപ്പറ്റി ജനങ്ങൾക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മോദിയുടെ പ്രവർത്തനം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പം 10 വർഷത്തിലധികമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് തുടരുകയാണല്ലോ. എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയെ അദ്ദേഹം നയിക്കുന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? നമുക്ക് ഒരു രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ രീതിയിലോട്ട് അങ്ങോട്ട് പോകുന്നില്ല. മനസ്സിലായി. നമ്മൾ പത്രവാർത്തകളിലൂടെ നിരവധി വാർത്തകൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അദ്ദേഹം എടുത്ത നിലപാടായിരുന്നാലും എല്ലാം പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ 10 വർഷത്തിൽ നമ്മുടെ ഇന്ത്യക്കുണ്ടായ പുരോഗതിയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു? പുരോഗതി ഇല്ലാതില്ല എന്ന ദോഷവുമുണ്ട്. എങ്ങനെയുണ്ട് ഇത്രയും വർഷക്കാലത്തെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെല്ലാം നല്ല പ്രവൃത്തികളാണ്. നല്ല ക്വാളിറ്റി പ്രോഗ്രാമുകളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ വളരെ തുച്ഛമായ കാര്യങ്ങളാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അവർ കൊടുക്കുന്ന കാശുകളും ബാക്കിയുള്ള ആനുകൂല്യങ്ങളൊന്നും ആർക്കും ജനങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പം നമ്മുടെ BJPക്ക് കേരളത്തിൽ അങ്ങനെ ഒരു സീറ്റോ ഒരു കാര്യങ്ങളോ ഇല്ലല്ലോ അങ്ങളെ. ഇപ്പോൾ ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവർ കേന്ദ്രത്തിലുള്ളതുപോലെ നല്ലത് തന്നെ കേരളത്തിലും ചെയ്യുമെന്നൊരു വിശ്വാസം തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പം നമുക്കൊരു 10 വർഷത്തിലധികമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തുടരുകയാണല്ലോ. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ 10 വർഷക്കാലത്തെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ല രീതിയിലാണ്. ഒരു സ്റ്റേറ്റുകളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് മേളിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഇന്ത്യയുടെ വളർച്ചയൊക്കെ നോക്കുമ്പോൾ വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്ന. ഇനിയും മൂന്നാമതും മോദി സർക്കാർ വരണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഭരണം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം എല്ലാവർക്കും സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം ഒരു നല്ലതായിട്ട് പോകും. അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ഈ 10 വർഷത്തെ ഭരണകാലം എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. 10 വർഷം നല്ല ഇതായിട്ട് പോകുന്നു. ഇന്ത്യക്ക് ഒരുപാട് പുരോഗതി ഉള്ളതായിട്ട് തോന്നുന്നു. ഇനി ഒരു മൂന്നാമത് ഒരു BJP സർക്കാർ ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? വരട്ടെ, അത് ഞാൻ പറയുന്നില്ല. വരാൻ വേണ്ടി ദയവല്ല നല്ല ഭരണങ്ങൾ വരട്ടെ എന്ന് പറയുന്നു. ആവറേജ് എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഈ 10 വർഷമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തുടരുകയാണല്ലോ. അദ്ദേഹം നമ്മുടെ ഇന്ത്യക്ക് ഇക്കാലങ്ങളിലുണ്ടായ പുരോഗതി എങ്ങനെയാണ് തോന്നുന്നത്? അത് കണ്ടിന്യൂസ് ആയിട്ട് വരണമല്ലേ, പണ്ടുള്ള വരുന്നവരല്ല. ഇദ്ദേഹം പുതുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് പഴയ ആൾക്കാരെ കൊണ്ടുവന്ന് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നേ ഉള്ളൂ. അതിൽ കുറച്ച് പുരോഗതി കാണുമായിരിക്കും. അല്ലാതെ ഇദ്ദേഹം പുതുതായിട്ടൊന്നും കൊണ്ടുവന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹം എടുത്ത നിലപാട് നല്ലതായിരുന്നു. അത് നല്ലതായിരുന്നു. നമ്മളെ സേഫ്റ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മെച്ചപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? സുരക്ഷാ മേഖലയായിരുന്നാലും പ്രതിരോധ തിരുവനന്തപുരത്തിലുള്ള നമ്മൾ ഇവിടെ നമുക്ക് അറിവില്ല. അവിടുത്തെ ആർക്കെല്ലാം അറിയാവും. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന ഒരു വിശ്വാസമുണ്ടോ? BJPക്ക് ഭരണം കിട്ടണ്ടേ? കിട്ടിക്കഴിഞ്ഞാൽ എന്ന് തോന്നുന്നു? ഇപ്പോഴൊന്നും കിട്ടാൻ പോലില്ല. നമ്മളെ ജീവിതകാലത്തൊന്നും കിട്ടാൻ പോലില്ല. ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങൾ കുറേ ചിന്തിച്ചാൽ ഇത്രയ്ക്കും വേണ്ടി ചിന്തിക്കണ്ടേ. ഇപ്പോൾ ഒരു MLA പോലും ഇല്ലല്ലോ. ഇനി ഇത്രയും 72 MLA-മാരുണ്ടാക്കണ്ടേ? വല്ല കിട്ടൂല. എല്ലാവരും നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം തന്നെയാണ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു, എല്ലാ സഹായങ്ങൾ ചെയ്യുന്നു. എല്ലാം കേന്ദ്രമാണല്ലോ ഇപ്പം സഹായം ചെയ്യണം. പിണറായി വിജയം ചെയ്യുന്നില്ല. അങ്ങനെ അങ്ങോട്ട് എടുത്തോണ്ടിരിക്കണല്ലോ വാങ്ങളെ. ഇപ്പം 10 വർഷമായിട്ട് മോദി നമ്മുടെ പ്രധാനമന്ത്രി കൂടിയാണ്. നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള പുരോഗതി എങ്ങനെയാ തോന്നുന്നു? അങ്ങനെ അറിയുന്ന ശേഷം നല്ല പുരോഗതിയുണ്ട്. റോഡ് നല്ല വികസനമായി, ഓരോരുത്തരുടെ വീടുകൾ, എല്ലാ സാമ്പത്തിക സഹായങ്ങൾ രോഗികൾക്ക് വേണം. പിന്നെ കേട്ടറിവാണ്. BJP സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നിൽ BJP വരണം, അല്ലെങ്കിൽ കോൺഗ്രസ് വരണം. ഉമ്മൻചാണ്ടിക്ക് ഇരുന്നപ്പോഴേ നല്ലൊരിതായിരുന്നു. ഉമ്മൻചാണ്ടി വ്യക്തി, ബാക്കിയുള്ള കൂടെയുള്ളതെല്ലാം കള്ളന്മാരാണ്. ഇപ്പം കോൺഗ്രസിന് നല്ല അടിയാണല്ലോ അങ്ങളെ. ഇപ്പൊ നമ്മളെ BJPക്ക് കേരളത്തിൽ ഇതുവരെ ഭരണം കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിലുള്ളതുപോലെ നല്ല രീതിയിൽ കുഴപ്പമില്ല. BJP വരണം. BJP വരണം. ഏറ്റവും നല്ല ഭരണം ഇന്ത്യ കണ്ടതിൽ ഇത് ഇത്രയും നല്ലൊരു ഭരണം
കണ്ടിട്ടില്ല. ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച ഒരു മഹാനാണ് അദ്ദേഹം. ഇനിയുള്ള കാലം, അദ്ദേഹത്തിൻ്റെ ആയുസ്സുള്ള കാലം വരെ അദ്ദേഹം തന്നെ ഇന്ത്യ ഭരിക്കണം. സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിലൊന്നും നമ്മൾ പറയുന്നില്ല. ഇന്ത്യ ഭരിക്കാൻ 100% യോഗ്യത ഉള്ള അദ്ദേഹമാണ്. ചേട്ടാ, നമ്മുടെ ഇപ്പം മോദി ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഇനിയും പ്രധാനമന്ത്രിയായിട്ട് തുടരണമെന്ന് പറഞ്ഞല്ലോ. തുടരണം. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്? ഇതുവരെ ഉള്ളതാണ് ഇനി വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും? ഇനി വരാൻ പോകുന്ന ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയും വികസിപ്പിക്കും. അതിനകത്ത് വേറൊന്ന് എണ്ണിപ്പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം തന്നെ നമ്മളിപ്പോൾ എണ്ണിപ്പറയാൻ ഒരുപാടുണ്ട്. 1-2 പരാജയം വന്നു, അത് വീണ്ടും ആയി വരും. അപ്പോൾ സുരക്ഷാ മേഖല നല്ല രീതിയിൽ സുരക്ഷ, ഡിഫൻസ് നമ്പർ 1, എക്കണോമിക്ക് GST കൊണ്ടുവന്നത് ഏറ്റവും നല്ല കാര്യം. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എല്ലാം ഒറ്റ ടാക്സ്. പിന്നെ സിവിൽ കോഡ് വന്നില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് കൊണ്ടുവന്ന അജണ്ട ഇതുവരെ നിറവേറ്റിയതും അദ്ദേഹം വാക്ക് പറഞ്ഞതും എല്ലാം നല്ലതാണ്. നടപ്പിലാക്കാൻ ഭരണത്തിന് ഭൂരിപക്ഷം വേണം. ഇനി അടുത്ത് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഭൂരിപക്ഷത്തോട് വരും അദ്ദേഹം. ആ സമയത്ത് മോദി തന്നെ പ്രധാനമന്ത്രി ആയിരിക്കണമെന്ന് തന്നെയാണോ ചേട്ടൻ ആഗ്രഹം? അത് എൻ്റെ ആഗ്രഹം അതാണ്. പക്ഷെ അവരുടെ പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഒരു പ്രായമുണ്ടല്ലോ. പിന്നെ അദ്ദേഹത്തിന് പോലെ കഴിവുള്ള വേറെ 2-3 വ്യക്തികളുണ്ട്. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതൊക്കെ കാലം കണ്ടോളൂ. ഉണ്ട് ചേട്ടൻ, നമ്മുടെ കേരളത്തിൽ ഇതുവരെ BJP പാർട്ടി ഭരണത്തിൽ വന്നിട്ടില്ലല്ലോ. നമ്മുടെ കേരളത്തിൽ BJP പാർട്ടി ഇതുവരെ വന്നിട്ടില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ ചേട്ടാ ഇവിടെ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ചേട്ടന് തോന്നുന്നു? അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും പ്രതിപക്ഷത്തിൽ ആദ്യം വരട്ടെ. പ്രതിപക്ഷത്തിൽ പോലും എത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അദ്ദേഹത്തെ പോലൊരു നല്ല പ്രധാനമന്ത്രിയെ നമുക്ക് ഇന്ത്യക്ക് കിട്ടാൻ പാടാം. കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വികസനത്തിന് മുഖ്യമായിട്ടും സാക്ഷ്യം വഹിച്ച പുള്ളിയാണ്. അദ്ദേഹത്തെ തുടർന്നും അധികാരത്തിൽ ഏറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല ഭരണമാണ്. ഇന്ത്യയിൽ ശരിക്കും ഒരു പ്രധാനമന്ത്രി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം മാക്സിമം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇനിയും അദ്ദേഹത്തിന് ഒരു അധികാര തുടർച്ച കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും. വന്നു കഴിഞ്ഞാൽ ചേട്ടാ ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവാൻ പോകുന്നത്? ഇന്ത്യയിൽ മൊത്തത്തിൽ മാറ്റമാണല്ലോ. മൊത്തത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എന്നെന്നും അത് പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. ചേട്ടാ, നമ്മുടെ കേരളത്തിൽ BJP ഇതുവരെ അധികാരത്തിൽ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിലുള്ളതുപോലെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും അത് ഉണ്ടാകണമല്ലോ. ജനങ്ങളുടെ നന്മ ആണല്ലോ ഭരണാധികാരികൾ ചെയ്യാനുള്ളത്. അപ്പോൾ അത് തീർച്ചയായും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാവുന്നതായിരിക്കും. എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ഈ കാലയളവിലെ ഭരണത്തെ? നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട് പല കാര്യത്തിലും. പിന്നെ ചില കാര്യത്തിൽ പ്രോബ്ലം ഉണ്ട്, പക്ഷെ എന്നാലും ബെറ്ററാണ് എന്ന് പറയാൻ പറ്റും.